Hello friends, it's me Suhaina from my Singapore kitchen. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ഓത്തൻറ്റിക് ഇറ്റാലിയൻ റെസിപ്പി പഠിപ്പിക്കാൻ പോവാണ്. പിസ്സ ബേസ്. അപ്പം എല്ലാ പിസ്സയും നന്നാവണമെങ്കിൽ അതിൻ്റെ പിസ്സ ബേസ് ശരിയായില്ലെങ്കിൽ ഒട്ടും ശരിയാവത്തില്ല. ഞാനൊരു പിസ്സയുടെ ക്ലാസ്സസ് എടുക്കുന്നുണ്ടായിരുന്നു, ഇപ്പോഴും എടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പിസ്സ ഓർഡേഴ്സ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം തൽക്കാലം അതൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പം കൊറോണ കാലമല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ശരി എൻ്റെ വ്യൂവേഴ്സിന് ഞാൻ പിസ്സ ബേസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പഠിപ്പിച്ചു കൊടുക്കാം. അപ്പം അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വയ്ക്കുക. വളരെ സിമ്പിളാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഓത്തൻറ്റിക് പിസ്സ എങ്ങനെ ഉണ്ടാക്കാമെന്നറിയാം. അപ്പോൾ ഫസ്റ്റ് 3 കപ്പ്, ഞാനിവിടെ 200 ml മെഷറിംഗ് കപ്പാണ് യൂസ് ചെയ്യുന്നത്. 3 കപ്പ് മാവ്, പിന്നെ 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ ഷുഗർ, 1 ടീസ്പൂൺ സോൾട്ട്, ഇതെല്ലാം കൂടെ മെഷർ ചെയ്ത്. അപ്പോൾ 1 ടീസ്പൂൺ ഒറിഗാനോ. ഒറിഗാനോ ആ ഡോവിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. പിന്നെ ആവശ്യത്തിന് വാം വാട്ടർ, ചെറിയ ചൂടുള്ള വെള്ളം ആഡ് ചെയ്യുക. നല്ലൊരു സ്റ്റിക്കി ഡോ ഉണ്ടാക്കുക, മിക്സ് ചെയ്ത്. പിന്നെ നമ്മൾ ഇതിൽ ഒലിവ് ഓയിൽ ആഡ് ചെയ്യും. ഒലിവ് ഓയിലാണ് ഓത്തൻറ്റിക് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഒലിവ് ഓയിൽ മിക്സ് ചെയ്തത് ഓത്തൻറ്റിക് ആയിട്ടുള്ള ഒരു റെസിപ്പി റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ഒലിവ് ഓയിൽ. അപ്പോൾ ഇവിടെ എൻ്റെ മോളാണ് കുഴച്ച് തരുന്നത്. എപ്പോൾ പിസ്സ ഉണ്ടാക്കിയാലും മോളെയും കൂടെ ചേർത്തില്ലെങ്കിൽ ഭയങ്കര പിണക്കമാണ്. അതുകൊണ്ട് മോളാണ് കുഴയ്ക്കുന്നത്. അപ്പം മനസ്സിലായില്ലേ, വളരെ ഈസിയാണ്. ഈവൻ കിഡ്സ് ക്യാൻ ഡു ദ നീഡിങ് പാർട്ട്. ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പോൾ അത് നല്ലപോലെ കുഴച്ച് കൊടുക്കുക. ഒരു 3 മിനിറ്റ് അയക്കുക. അതിന് ശേഷം ഇനി നമ്മൾ മാവ്, ഇത് ഞാനിങ്ങനെയാണ് ക്ലാസ്സിൽ പഠിപ്പിക്കാറ്. വളരെ എളുപ്പത്തിൽ സോഫ്റ്റ് ആവും. ഒരു 20 വട്ടം 20 ടൈംസ് ഇങ്ങനെ എടുത്ത് മാവെടുത്ത് എറിയുക ബൗളിലോട്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ മാവിനോട് കാണിച്ചാൽ മതി. ഒരു 20 വട്ടം നല്ലോണം എടുത്ത് അടിക്കുക മാവ് പാത്രത്തിൽ. അപ്പം അധികം നീഡിങ് ഒന്നും വേണ്ടി വരത്തില്ല. 20 ബാങ്ക്സ് മതിയാവും. അപ്പോൾ നല്ലോണം കുറച്ച് സ്റ്റിക്കി ആയിട്ടിരിക്കണം. മാവ് സ്റ്റിക്കി ആയിട്ടിരുന്നാലേ ഡോ ശരിക്കും ചൂയി ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ 20-30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാം. സമയമില്ല, പെട്ടെന്ന് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള ഒലിവ് ഓയിൽ, 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് ഡോ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്ന ബേക്കിംഗ് പാർച്ച്മെൻറ്റ് ഷീറ്റിലോട്ട് ഇച്ചിരി അല്പം ഒലിവ് ഓയിൽ ഇതാക്കിയിട്ട്, ഞാനിവിടെ 2 പിസ്സ ബേസ് ഉണ്ടാക്കാൻ പറ്റും. 2 പിസ്സ ബേസ് കിട്ടും. അപ്പോൾ ആദ്യത്തെ പിസ്സ ബേസ് എന്നിട്ട് കൈ കൊണ്ട് വേണം ഹാൻഡ് പുള്ളിങ് നേട്ടിട്ടുണ്ട്. ഹാൻഡ് പുള്ള് ചെയ്യാം. ഇപ്പം നമുക്ക് റോളിംഗ് പിൻ ഉണ്ടെങ്കിൽ റോളിംഗ് പിൻ വെച്ചിട്ട് പരത്തി വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് സൈഡ്സ് എല്ലാം ടക്കിൻ ചെയ്യണം. ടക്കിൻ ചെയ്യുന്നത് സോസ് വെളിയിലോട്ട് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിങ്സ് ഒക്കെ കൊടുക്കാം. ഞാൻ വെജിറ്റബിൾ പിസ്സ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇടാം. സോസും, ഹോം മെയ്ഡ് പിസ്സ സോസും, ഇറ്റാലിയൻ പിസ്സ സോസും, പിന്നെ ടോപ്പിങ്സ് ഒക്കെ ചെയ്യുന്നത്. മോള് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് വളരെ സന്തോഷത്തിലാണ്. അപ്പം ബേക്ക് ചെയ്യണം. 20 മിനിറ്റ്സ് ആണ് ഞാൻ സാധാരണ ബേക്ക് ചെയ്യുന്നത്. 200 degrees പിസ്സ സ്റ്റോൺ യൂസ് ചെയ്യും. അപ്പോൾ ഈ മാവ് ഒരു 2 ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എടുത്ത് വെളിയിൽ വെച്ചിട്ട് തോ ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറക്കാതെ കമൻറ്റ്സ് എനിക്ക് അറിയിക്കുക. Thank you. Happy baking, happy cooking.